നമസ്കാരം. തോൽവി തന്നെയാണോ ചർച്ച, അതോ മുഖം രക്ഷിക്കാനുള്ള നാടകമോ? CPM-ന്റെ വിശാല സംസ്ഥാന കമ്മിറ്റി യഥാർത്ഥ ആത്മപരിശോധനയാകുമോ എന്ന് ജനങ്ങൾക്ക് സംശയം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ CPM വിശാല സംസ്ഥാന കമ്മിറ്റി വിളിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ 13, 14, 15 തീയതികളിൽ കോഴിക്കോട് നടക്കുന്ന യോഗത്തിൽ പാർട്ടിയുടെ രാഷ്ട്രീയ ഉള്ളടക്കം വീണ്ടെടുക്കുമെന്നും സംഘടനയിലെ ദൗർബല്യങ്ങൾ പരിഹരിക്കുമെന്നും പാർട്ടിയെ അടിമുടി ശക്തിപ്പെടുത്തുമെന്നും നേതൃത്വം പറയുന്നു. സമാപന ദിവസം 1 ലക്ഷം പേരെ അണിനിരത്തി വൻപൻ റാലിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ചോദ്യം ചോദിക്കാതെ വയ്യ. CPM-ന് ശരിക്കും ആത്മപരിശോധന വേണോ അതോ ആത്മരക്ഷയാണോ വേണ്ടത് എന്ന്. കാരണം തോൽവി വന്നപ്പോഴൊക്കെ CPM പറയുന്ന ആദ്യ വാക്ക് ആത്മപരിശോധന എന്നാണ്. എന്നാൽ ഓരോ ആത്മപരിശോധനയും കഴിഞ്ഞിട്ടും പാർട്ടിയുടെ പ്രവർത്തന ശൈലിയിൽ എന്ത് മാറ്റമാണ് ജനങ്ങൾ കണ്ടത്? ഇന്ന് CPM നേരിടുന്ന പ്രതിസന്ധി എതിരാളികളുടെ ശക്തിയല്ല, സ്വന്തം വിശ്വസ്തതയുടെ തകർച്ചയാണ്. ഒരു കാലത്ത് സാധാരണക്കാരന്റെ ശബ്ദമായിരുന്ന CPM തൊഴിലാളിയുടെയും കർഷകന്റെയും വിദ്യാർത്ഥിയുടെയും സമരമുഖങ്ങളിൽ ആദ്യം കാണപ്പെട്ടിരുന്ന ഈ പാർട്ടിയായിരുന്നു. എന്നാൽ ഇന്ന് ജനങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം മറ്റൊന്നാണ്. CPM ഇപ്പോഴും ജനങ്ങളുടെ പാർട്ടിയാണോ അതോ അധികാരത്തിന്റെ പാർട്ടിയോ എന്ന്. ഈ ചോദ്യം ഉയരാൻ കാരണങ്ങളുണ്ട്. അധികാരത്തിലിരുന്ന വർഷങ്ങളിൽ വിമർശനങ്ങൾ ഉയർന്നപ്പോഴെല്ലാം അവയെ കേൾക്കാൻ പാർട്ടി തയ്യാറായിരുന്നോ അതോ വിമർശിച്ചവരെ രാഷ്ട്രീയ എതിരാളികളായി മുദ്രകുത്തുകയായിരുന്നോ ചെയ്തത്? ജനാധിപത്യത്തിൽ വിമർശനം ശത്രുതയല്ല, അത് തിരുത്താനുള്ള അവസരമാണ്. പക്ഷേ ആ അവസരം CPM പലപ്പോഴും നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ വിശാല സംസ്ഥാന കമ്മിറ്റി വിളിക്കുമ്പോൾ വീണ്ടും കേൾക്കുന്നത് പഴയ വാക്കുകളാണ്. പാർട്ടിയെ ശക്തിപ്പെടുത്തും, രാഷ്ട്രീയ ഉള്ളടക്കം വീണ്ടെടുക്കും, സംഘടനയെ പുതുക്കും എന്നൊക്കെ. പക്ഷേ ഇതെല്ലാം ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് തോറ്റതിന് ശേഷമായിരുന്നോ എന്ന ചോദ്യമാണ് ഇവിടെ ചോദിക്കേണ്ടത്. ജനങ്ങൾ അകന്നു പോകുന്ന സൂചനകൾ വർഷങ്ങളായി ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ എന്തുകൊണ്ട് നേതൃത്വം അത് ഗൗരവമായി എടുത്തില്ല? ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ വലിയ സമ്മേളനത്തിന്റെയും റാലിയുടെയും ചുമതല വീണ്ടും പഴയ നേതൃത്വത്തിന് തന്നെയാണ്. അപ്പോൾ മാറ്റം എവിടെയാണ്? മുഖങ്ങൾ പഴയതും തീരുമാനങ്ങൾ പഴയതുമാണെങ്കിൽ പുതിയ ഫലം എങ്ങനെ ഉണ്ടാകുമെന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. 1 ലക്ഷം പേരെ പങ്കെടുപ്പിച്ച് റാലി നടത്തുന്നത് സംഘടനയുടെ കരുത്ത് കാണിച്ചേക്കാം. പക്ഷേ തിരഞ്ഞെടുപ്പ് വോട്ട് ചെയ്ത ജനങ്ങളുടെ മനസ്സ് അതിലൂടെ തിരികെ പിടിക്കാൻ കഴിയില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ യഥാർത്ഥ ശക്തി റാലികളിലെ ജനക്കൂട്ടമല്ല, ബാലറ്റ് പെട്ടിയിലെ ജനവിധിയാണ്. ആ ജനവിധിയാണ് CPM-ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആ മുന്നറിയിപ്പ് നേതൃത്വം ശരിക്കും കേട്ടോ എന്നും അറിയില്ല. അല്ലെങ്കിൽ ഇപ്പോഴും തോൽവിക്ക് പുറത്തുള്ള കാരണങ്ങൾ മാത്രം അന്വേഷിക്കുകയാണോ എന്നും സംശയിക്കണം. ഒരു പാർട്ടി വളരണമെങ്കിൽ ആദ്യം സ്വന്തം തെറ്റുകൾ തുറന്ന് സമ്മതിക്കണം. പക്ഷേ തെറ്റുകൾ സമ്മതിക്കുന്ന രാഷ്ട്രീയ സംസ്കാരം CPM-ൽ ശക്തമാണോ എന്ന ചോദ്യവും ഇവിടെ ബാക്കിയാവുന്നുണ്ട്. കേരളത്തിലെ പുതിയ തലമുറയുടെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ മുദ്രാവാക്യങ്ങൾ മാത്രം കേട്ട് വോട്ട് ചെയ്യുന്നവരല്ല. തൊഴിൽ, വികസനം, ഭരണത്തിന്റെ കാര്യക്ഷമത, സുതാര്യത, ജനങ്ങളോടുള്ള സമീപനം എന്നിവയാണ് അവർ വിലയിരുത്തുന്നത്. ഈ മാറ്റം മനസ്സിലാക്കാതെ പഴയ രാഷ്ട്രീയ ഭാഷ മാത്രം ആവർത്തിച്ചാൽ ജനങ്ങളെ തിരിച്ചുപിടിക്കാൻ കഴിയില്ല. CPM പറയുന്നത് രാഷ്ട്രീയ ഉള്ളടക്കം വീണ്ടെടുക്കുമെന്നാണ്. പക്ഷേ ആ ഉള്ളടക്കം നഷ്ടപ്പെട്ടത് എപ്പോഴാണ്? അത് നഷ്ടപ്പെട്ടത് എതിരാളികൾ കാരണം മാത്രമല്ല, അധികാരത്തിന്റെ അമിത ആത്മവിശ്വാസവും ജനങ്ങളിൽ നിന്ന് അകന്നു നിന്ന രാഷ്ട്രീയ ശൈലിയുമാണ് അതിന് കാരണമായത്. ഇനി ഈ വിശാല സംസ്ഥാന കമ്മിറ്റി യഥാർത്ഥ മാറ്റത്തിന് തുടക്കമാകുമോ അതോ പ്രമേയങ്ങളും പ്രസംഗങ്ങളും വലിയ റാലിയും കഴിഞ്ഞ് എല്ലാം പഴയപടി തുടരുമോ എന്നതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടത്. കാരണം ആത്മപരിശോധനയുടെ വിജയം പ്രസംഗങ്ങളിൽ അല്ല, പിന്നീട് കാണുന്ന പ്രവർത്തനങ്ങളിലാണ്. ജനങ്ങൾ ഇനി വാക്കുകളേക്കാൾ പ്രവൃത്തിയെയാണ് വിലയിരുത്തുക എന്നും CPM ഓർക്കണം. അതിനാൽ CPM-ന് മുന്നിലുള്ള ഏറ്റവും വലിയ പരീക്ഷണം ഈ കമ്മിറ്റി വിജയകരമായി നടത്തുക എന്നതല്ല, ഈ കമ്മിറ്റി കഴിഞ്ഞ് ശരിക്കും എന്താണ് മാറിയത് എന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക എന്നതാണ്. അതാണ് നടക്കുന്നതെങ്കിൽ ഈ യോഗം ചരിത്രമാകും. അല്ലെങ്കിൽ ഇത് മറ്റൊരു രാഷ്ട്രീയ ചടങ്ങായി മാത്രം ഓർമ്മിക്കപ്പെടും.